ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു 10ാമത്തെ ആഴ്ച നോമിനേഷൻസ് ആണ് നടന്നിരിക്കുന്നത്. ഈ ആഴ്ചത്തെ ഒരു നോമിനേഷൻസ് നമ്മളെല്ലാവരും കണ്ടതാണ്, പ്രൊമോയും കാര്യങ്ങളും ഒക്കെ. രണ്ടുപേരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക എന്നതാണ് ഒരാളെ നോമിനേഷനിലേക്ക്. ഇവർ രണ്ടുപേരും ഈ പറയുന്ന കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ തീരുമാനിച്ചില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ വരും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നതെന്ന് നോക്കാം. രണ്ടുപേര് തമ്മിൽ ഡിസ്കസ് ചെയ്തായതുകൊണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ അടിയൊന്നും പൊട്ടിയിട്ടില്ല. ഏതൊരു ടാസ്ക് കൊടുത്താലും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസ് വരും വേസ്റ്റ് ആണെന്ന് വീണ്ടും അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഒരാളെ നോമിനേഷനിലേക്ക് പറയുക എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും സംസാരിക്കും. പലരും കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞ് രണ്ടുപേരും ആർക്കും വിട്ടുകൊടുക്കാതെ രണ്ടുപേരും നോമിനേഷനിൽ വരിക തന്നെയാണ് ചെയ്തത്. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്ന്. ആദ്യം തന്നെ നമ്മുടെ ജാസ്മിനും അഭിഷേകുമാണ് പോയത്. രണ്ടുപേരും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ ജിൻഡോയും അർജുനും പോയിരുന്നു. അവർ മാന്യമായി തന്നെ സംസാരിച്ചു, എന്നാൽ രണ്ടുപേരും വിട്ടുകൊടുത്തില്ല, രണ്ടുപേരും നോമിനേഷനിലുണ്ട്. അടുത്ത് നമ്മുടെ ഋഷിയും അപ്സരയുമാണ് പോയത്. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. അവരെന്താണ് അതിനുള്ളിൽ സംസാരിച്ചതെന്ന് ബിഗ് ബോസിനും മനസ്സിലായില്ല, അവർക്കും മനസ്സിലായില്ല, നമ്മൾ പ്രേക്ഷകർക്കും മനസ്സിലായില്ല. എന്തൊക്കെയോ അവിടെ ഇരുന്ന് പുലമ്പുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തതിനാൽ തന്നെ രണ്ടുപേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ശ്രീതും സിജോയുമാണ് പോയത്. രണ്ടുപേരും സംസാരിക്കുകയൊക്കെ ചെയ്തു, എന്നാൽ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും നോമിനേഷനിലുണ്ട്. പിന്നീട് നമ്മുടെ അൻസിബയും നോറയുമാണ് പോയത്. ഇവർ രണ്ടുപേരും കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. നോറ കുറച്ച് പോയിന്റ്സുകളും കാര്യങ്ങളും പറഞ്ഞു. അൻസിബ അത് ഏറ്റെടുത്ത് നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അൻസിബ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് എന്തോ ഹീറോ കാണിക്കുന്നത് പോലെ, ഹീറോയിസം നടത്തി എന്നതുപോലെ മാസമായിട്ട് ഞാൻ ആ നോമിനേഷൻ ഏറ്റെടുത്ത് ഞാൻ പുറത്തുപോയി വിജയിച്ചു വരും എന്നൊരു രീതിയിലൊക്കെ ഒരു സംഭവമൊക്കെ നടത്തിയാണ് പുള്ളിക്കാരത്ത് ചെയ്തതൊക്കെ സംഭവമൊക്കെ ഓക്കെയാണ്, മാസ് തന്നെയാണ്. പക്ഷേ അവിടെ അത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നോറയൊക്കെ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോൾ അടിച്ച് വെളിയിൽ പോയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു അവസരമാണ് അൻസിബ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള ആരും വിട്ടുകൊടുത്തിട്ടില്ല. അൻസിബയ്ക്ക് അവിടെ ഒരു മാസ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സ്വന്തമായിട്ട് അങ്ങനെ പോകണമെങ്കിൽ മറ്റൊരാൾ വിട്ടുകൊടുക്കുന്നെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ കൊടുക്കട്ടെ, അതിൽ നിന്ന് വിജയിച്ചു വരിക. മറ്റൊരാൾക്ക് കഴിവുണ്ടെങ്കിൽ കയറി വരട്ടെ, പ്രേക്ഷകർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കയറി വരട്ടെ എന്ന് വിചാരിക്കണം. വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അൻസിബ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ആ ഒരു നോമിനേഷനിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോറ ഈ ഒരു നോമിനേഷനിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ്. നൈസായിട്ട് വന്നിരുന്നെങ്കിൽ ഈ ഒരു വീക്ക് നമുക്ക് അറിയാം റസ്മിൻ ഓൾറെഡി നോമിനേഷനിലുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നോറയും അപ്പോൾ 2 ഡബിൾ എവിഷൻ വന്നിട്ടുണ്ട്. ഈ രണ്ടുപേരും മിക്കവാറും പുറത്തേക്ക് പോയേനെ. എന്തായാലും നോറയ്ക്ക് നല്ലൊരു ഭാഗ്യമുണ്ട്. ഈ ഒരു സീസൺ 6 ഒരു ഭാഗ്യമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയാം നോറ. ഈ ഒരു 10ാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ നിന്ന് നോറ ഒഴിവായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള നന്ദനയും സായിയും ഈ ഒരു നോമിനേഷനിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ട്. സായിയുടെ കയ്യിൽ നമ്മുടെ ഡയമണ്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സായിയും നോമിനേഷനിൽ നിന്ന് ഫ്രീ ആയി. എന്നാൽ ഇതിനകത്തൊരു ടെസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സായിക്കും നന്ദനയ്ക്കും നോമിനേഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവരോട് പറഞ്ഞത് ഈ പറയുന്ന നോമിനേഷനിൽ നിന്ന് ഒരാളെ ഇവർക്ക് സേഫ് ആക്കാം. അതിൽ ആരെയാണ് സേഫ് ആക്കുന്നത് എന്ന് ലൈവിൽ കാണിച്ചിട്ടില്ല. ഈ പറയുന്ന എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അത് ആരെ ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. ഈ 10ാമത്തെ ആഴ്ചയിൽ നോമിനേഷൻസിൽ വന്നിരിക്കുന്നത് 10 പേരാണ്. നമ്മുടെ സിജോ, ശ്രീതു, ജാസ്മിൻ, അഭിഷേക്, അതുപോലെ തന്നെ അപ്സര, ഋഷി, ജിൻഡോ, അർജുൻ, റസ്മിൻ, അൻസിബ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.